സ്ക്രാച്ചിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലൊരു പോം ഗെയിം നമ്മൾ ചെയ്യുന്നത് ഒരു പാഡിൽ ഉപയോഗിച്ച് ബോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സ്കോർ കിട്ടും. അതുപോലെ തന്നെ ടൈം ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട്. 30 സെക്കൻഡാണ് ടൈം ഉള്ളത്. നമ്മൾ ഈ പാഡിൽ ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് ഈ ഗെയിം സ്കോർ കുറയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഫ്ലോറിൽ ആ റെഡിൽ ടച്ച് ചെയ്യുമ്പോൾ സ്കോർ കുറയുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു പോം ഗെയിമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സമയം കഴിഞ്ഞാൽ നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരിക നോക്കാം. ബ്രോഡ്കാസ്റ്റ് ഇപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ടൈം കഴിഞ്ഞാൽ ഗെയിം സ്റ്റോപ്പ് ആവും. ഗെയിം ഓവർന്ന് ബ്രോഡ്കാസ്റ്റ് മെസ്സേജും വരും. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു ഗെയിമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള സ്പ്രൈറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബോളാണ്. ഒരു ബോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാഡിലാണ്. പാഡിലും നമ്മുടെ ഈ പറയുന്ന ലൈബ്രറിയിലുണ്ട്. പാഡിൽ എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഈ ബോൾ ഡീഫോൾട്ടായിട്ട് ഈ ഫ്ലോറിൽ മൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫ്ലാഗ് ക്ലിക്ക്ഡ് മോഷനിൽ മൂവ് 10 സ്റ്റെപ്സ്, അതുപോലെ എഡ്ജ് ബൗൺസ് ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതൊരു 4 ഹവറിൽ ഇടണം. കൺട്രോളിനകത്ത് പോയി 4 ഹവറിനകത്ത് ഈ മൂവ് 10 സ്റ്റെപ്സും ഇഫ് ഓൺ എഡ്ജ് ബൗൺസും വയ്ക്കുന്നു. 45 ഡിഗ്രി പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷനകത്തുള്ള പോയിന്റ് ഇൻ ഡയറക്ഷൻ 90 എടുക്കുന്നു. 90 എന്നത് നമ്മൾ മാറ്റി ഒരു 45 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഹിറ്റ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി വെച്ചിട്ട് ചേഞ്ച് ചെയ്തിട്ടും മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ബോളിനെ നമുക്ക് മൂവിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പാഡിലിൻ്റെ കൺട്രോൾ ചെയ്യാനുണ്ട്. പാഡിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പാഡിൽ എടുക്കുന്നു. പാഡിൽ നമ്മൾ ആദ്യം ഒരു പൊസിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഒരു പൊസിഷൻ സെറ്റ് ചെയ്യുന്നത്. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് മോഷനിൽ പോയിട്ട് ഗോ ടു എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഈ ആരോസ് ഉപയോഗിച്ചിട്ടാണ് പാഡിലിനെ മൂവ് ചെയ്യിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവൻസിനകത്തുള്ള വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് സ്പേസ് കീ എന്നുള്ളതിൽ സ്പേസ് മാറ്റി നമ്മളിവിടെ റൈറ്റ് ആരോ എന്നാക്കുന്നു. ഇതുപോലെ തന്നെ ഇതിന് ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് XY ഡയറക്ഷനിലാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്. മോഷനകത്ത് പോയിട്ട് X വാല്യൂ കൊടുക്കുന്നു. X/10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലത്തോട്ട് പോകുന്നുണ്ട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ റൈറ്റ് ആരോ എന്നുള്ളത് ലെഫ്റ്റ് ആരോ ആക്കുന്നു. 10 എന്നുള്ളത് -10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് പാഡിൽ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ കണ്ടീഷൻസുകളാണ്. കണ്ടീഷൻസ് നമ്മൾ എഴുതുന്നത് പാഡിലല്ല, ബോളിലാണ് കണ്ടീഷൻസ് എഴുതുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് കഴിഞ്ഞാൽ ഈ ബോൾ പാഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പുതിയ കോഡ് എഴുതാം. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ എഴുതണം. അപ്പോൾ നമ്മൾ എഴുതുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസിങ്ങിനകത്തുള്ള ഇഫ് ടച്ചിങ് എന്നുള്ളത് എടുക്കുന്നു. ഇഫ് ടച്ചിങ് പാഡിൽ എന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബോളിലാണ് കോഡ് എഴുതുന്നത്. ഇഫ് ടച്ചിങ് പാഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് തിരിഞ്ഞു പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോഷനകത്ത് പോയിട്ട് ടേൺ 50 ഡിഗ്രി എന്നുള്ളത് എടുത്തു വയ്ക്കുന്നു. ഇത് 50 ഡിഗ്രി അല്ല നമുക്ക് വേണ്ടത് ഒരു 180 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതും 4 ഹവറിൽ വെക്കണം. നമ്മൾ കൺട്രോളിൽ ഒരു 4 ഹവറിൽ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കാം. ബോൾ തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ തെറിച്ച് പോകണം. ഓക്കെ, ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് നിന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെയിറ്റ് കൺട്രോളിനകത്ത് പോയിട്ടുള്ള ഒരു വെയിറ്റ് 1 സെക്കൻഡ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഇപ്പോൾ തട്ടിയിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പോകുന്ന പോലുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പാഡിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ പാഡിലിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഗ്രോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പാഡിലിൻ്റെ വലുപ്പം ഒന്ന് നമുക്ക് കൂട്ടാം. പാഡിൻ്റെ സൈസ് ഒന്ന് ഞാനിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് ബോളിൻ്റെ വലുപ്പം നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ഈ ഗെയിമിൻ്റെ ഒരു ബേസിക് സെറ്റിങ്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗെയിമിലെ കുറച്ച് ചലഞ്ചുകൾ ഉൾപ്പെടുത്താം. ഒന്നാമത്തെ ചലഞ്ച് എന്നാൽ ഒരു സ്കോർ സെറ്റ് ചെയ്യലാണ്. ഡാറ്റയിൽ പോകുന്നു, നമ്മൾ മേക്ക് എ വാരിയബിൾ സ്കോർ സെറ്റ് ചെയ്യാം. സ്കോർ സെറ്റ് ചെയ്തു. ഓക്കെ, സ്കോർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് സ്കോർ 0 ആക്കി വെക്കണം. അതുപോലെ തന്നെ ഈ പാഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സ്കോർ കിട്ടുവാണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് സ്കോർ ബൈ 1 എന്ന കോഡ് നമ്മളിവിടെ ചേർക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് പാഡിൽ ടച്ച് ചെയ്താൽ സ്കോർ 1 ആയിരിക്കണം. താഴെ ഒരു പ്ലാറ്റ്ഫോം വരച്ച് ആ പ്ലാറ്റ്ഫോം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കുറയും വേണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റേജ് എടുത്ത് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ താഴെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. അതിനകത്ത് ഞാനൊരു റെഡ് കളർ ഫില്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ റെഡ് കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ
സ്കോർ കുറയുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകേണ്ടത്. നേരെ സ്ക്രിപ്റ്റിലേക്ക് വരിക, ബോൾ എടുക്കുന്നു, വീണ്ടും ഒരു ഇഫ് കണ്ടീഷൻ എടുക്കണം. കൺട്രോളിനകത്ത് പോയിട്ടുള്ള ഇഫ് കണ്ടീഷൻ, ദെൻ സെൻസിങ്ങിനകത്ത് പോയിട്ടുള്ള ടച്ചിങ് കളർ എടുക്കുന്നു. ടച്ചിങ് കളർ എടുത്ത് ഈ ബോളിനകത്തുള്ള ബ്രൗൺ കളറാണ് നമ്മൾ ടച്ച് ചെയ്യിക്കുന്നത്. ബോളിനകത്ത് ഈ ബ്രൗൺ കളർ ടച്ചിങ് എന്നതിൽ റെഡ്. ഓക്കെ, ഈ കോഡ് ഇങ്ങനെ വെച്ചു. ഓക്കെ, ഇതിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്കോർ കുറയണം. ഡാറ്റയിൽ പോയിട്ട് ചേഞ്ച് സ്കോർ ബൈ 1 എന്ന കോഡ് വയ്ക്കുക. നമുക്ക് 1 കൂടുതലല്ല വേണ്ടത്, നമുക്ക് കുറയാണ് വേണ്ടത്. -1 എന്ന് കൊടുക്കണം. ചേഞ്ച് സ്കോർ ബൈ 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കിവിടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ഗെയിം സ്റ്റോപ്പ് ആവേണ്ടതാണ്. അപ്പോൾ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് ടൈം വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. അപ്പം നമ്മൾ പുതിയൊരു വാരിയബിൾ സെറ്റ് ചെയ്യാൻ പോകണം. മേക്ക് എ വാരിയബിൾ എടുക്കുന്നു, ഞാനിവിടെ ടൈം എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടൈം എന്ന വാരിയബിൾ സെറ്റ് ആയിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരു 30 സെക്കൻഡ് കൊടുത്ത് 30 കുറഞ്ഞു വരുന്ന രീതിയിൽ ഗെയിം കളിക്കാം. അപ്പോൾ സെറ്റ് ടൈം ടു 0 എന്നുള്ളത് 30 ആക്കാം. ഈ കോഡ് നമ്മളെടുത്ത് ഇവിടെ ഫസ്റ്റ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്തതിന് ശേഷം തന്നെ വെക്കുക. അപ്പോൾ സെറ്റ് ടൈം ടു 30 എന്ന് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ടൈമറിന് ഒരു കണ്ടീഷൻ വെക്കണം. ഇഫ് കണ്ടീഷൻ എടുക്കുക, ഓപ്പറേറ്ററിൽ പോയിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എടുക്കുന്നു. അതിനുശേഷം ഡാറ്റയിൽ നിന്നുള്ള ഈ ടൈം എടുത്ത് ഈ 1ാമത്തെ സെല്ലിൽ വയ്ക്കുന്നു. ദെൻ ടൈം ഈക്വൽ ടു 0, നമ്മൾ ടൈം കുറഞ്ഞു വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടൈം ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഗെയിം സ്റ്റോപ്പ് ആവണം. അതിന് വേണ്ടിയിട്ട് കൺട്രോളിനകത്ത് പോയിട്ടുള്ള സ്റ്റോപ്പ് ഓൾ എന്ന കോഡ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ എഴുതിയ ഈ ഓപ്പറേറ്റർ കണ്ടീഷൻ ഇഫിനകത്തേക്ക് ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ഓൾ എന്ന കോഡ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി ഈ കോഡിനെടുത്ത് നമ്മൾ ഇഫ് കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ബ്ലോക്കിലേക്ക് ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ടൈം കൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ലാഗ് എടുത്ത് അതിനകത്ത് നമ്മൾ ടൈം ഡാറ്റയിൽ പോയിട്ടുള്ള ചേഞ്ച് ടൈം ബൈ 1 എന്ന കോഡ് യൂസ് ചെയ്യുന്നു. അത് വെയിറ്റ് ചെയ്ത് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ വെയിറ്റ് 1 സെക്കൻഡ് ഇത് കൺട്രോളിലെ ഒരു 4 ഹവറിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ചേഞ്ച് ടൈം ബൈ 1 അല്ല നമുക്ക് വേണ്ടത്, കുറഞ്ഞു വരാണ് വേണ്ടത്. അപ്പോൾ -1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടൈം കുറഞ്ഞ് വരും. ഓക്കെ, ഈ ബോൾ ഈ റെഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്കോറാണ് കുറയേണ്ടത്. പക്ഷേ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം നിൽക്കുകയാണെങ്കിൽ സ്കോർ അതിനനുസരിച്ച് കൂടുതൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൺട്രോളിനകത്തുള്ള വെയിറ്റ് 1 സെക്കൻഡ് എന്ന കോഡ് ഈ ടച്ചിങ് സെൻസ് ചെയ്യുന്ന കളർ സെൻസ് ചെയ്യുന്ന കോഡിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ചേഞ്ച് സ്കോർ ബൈ -1 കൂടെ ഒരു വെയിറ്റ് 1 സെക്കൻഡ് എന്ന കോഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഗെയിം കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഗെയിം സ്റ്റോപ്പ് ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂ സ്പ്രൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ന്യൂ സ്പ്രൈറ്റ് എടുത്ത് നമ്മളൊരു പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിളിനകത്ത് ഞാനൊരു യെല്ലോ കളർ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റെഡ് കളർ എടുത്ത് ടെക്സ്റ്റ് എടുത്ത് ഞാനിവിടെ ഗെയിം ഓവർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഗെയിം ഓവർ എന്ന് ടൈപ്പ് ചെയ്തു. ആ ടെക്സ്റ്റ് ഇതിനകത്തേക്ക് വെക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റിൻ്റെ വലുപ്പം ഒന്ന് നമുക്കിങ്ങനെ ക്രമീകരിക്കാം, സെൻറ്റർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സ്പ്രൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രൈറ്റ് ആക്റ്റീവ് ആവണം. സ്ക്രിപ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബോളിലാണ് ആദ്യം സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. അതിന് വേണ്ടി ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇവൻറ്റ്സിനകത്ത് പോയിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എന്ന കോഡ് യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് മെസ്സേജ് ആയിട്ട് ഒരു ന്യൂ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഞാൻ ഗെയിം ഓവർ എന്ന ഒരു മെസ്സേജാണ് ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗെയിം ഓവർ എന്നാണ് കൊടുത്തത്. അതായത് ഗെയിം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അഥവാ 30 സെക്കൻഡ് ആയി കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഈ സ്പ്രൈറ്റിലേക്ക് പോകണം. അതിനായിട്ട് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് കോഡ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം. ഈ ടൈമർ കണ്ടീഷനകത്തേക്ക് ഉൾപ്പെടുത്തി അതിനുശേഷം നമ്മൾ ഗെയിം ഓവർ എന്ന സ്പ്രൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്പ്രൈറ്റിനെ കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈഡ് ആക്കി വയ്ക്കുന്നു. അതിനുശേഷം ഇവൻറ്റ്സിനകത്ത് പോയിട്ട് വെൻ ഐ റിസീവ് ഗെയിം ഓവർ എന്ന മെസ്സേജ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഗെയിം ഓവർ എന്ന മെസ്സേജ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഷോ ചെയ്യണം. അപ്പോൾ ലുക്സിനകത്ത് പോയിട്ട് ഷോ എന്ന കോഡ് ഒപ്പം ചേർത്ത് വയ്ക്കാം. ബോളിനെ നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് കൊടുക്കാമായിരുന്നു. ബോളിൻ്റെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൗണ്ട്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സൗണ്ട് ആഡ് ചെയ്യാം. ഈ ലൈബ്രറിയിൽ പോയിട്ട് ഇപ്പോൾ പോപ്പൻ സൗണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ പോപ്പൻ സൗണ്ടാണ് വരിക. അതുപോലെ തന്നെ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് ആഡ് ചെയ്യണം. താഴെ ഫ്ലോർ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സൗണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് റാറ്റിൽ എന്നൊരു സൗണ്ട് എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ 2 സൗണ്ട് എനിക്ക് ഈ ബോളിൻ്റെ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി സ്ക്രിപ്റ്റിൽ പോയിട്ട് സൗണ്ട് എടുക്കുന്നു. പെളൈ സൗണ്ട് റാറ്റിൽ എന്ന് പറയുന്നത് അതായത് ഗെയിം കളിക്കുന്ന സമയത്ത് ബോൾ താഴെ ഫ്ലോറിൽ ഈ റെഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ റാറ്റിൽ നിന്ന് സൗണ്ട് പ്ലേ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ കോഡിനെ ഞാനെടുത്ത് ഇവിടെ വെക്കുന്നു. അതായത് കളർ സെൻസിങ് ബ്ലോക്കിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതുപോലെ വീണ്ടും പ്ലേ സൗണ്ട് റാറ്റിൽ എന്നത് മാറ്റിയിട്ട് പോപ്പ് എന്ന സൗണ്ട് എടുത്ത് ഞാൻ എൻ്റെ പാഡിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെക്കുന്നു. ഓക്കെ, പാഡിൽ ടച്ച് ചെയ്യുന്ന കോഡിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, ഇനി വർക്ക് ചെയ്ത് നോക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു.
പാഡിൽ ടച്ച് ചെയ്യുമ്പോൾ പോപ്പ് സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ റെഡിൽ ടച്ച് കഴിഞ്ഞാൽ റാറ്റിൽ സൗണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല ഗെയിമുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ആകർഷകമായ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമുക്ക് ഈ ഗെയിമിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ സെറ്റിങ്സുകളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.